നമ്മളിപ്പോൾ നീണ്ടകര പാലം എത്തിയിട്ടുണ്ട്. നീണ്ടകര പാലം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിന്നും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഫ്രണ്ട്സ് നമസ്കാരം, NH66 പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര മുതൽ കാവനാട് വരെയാണ്. NH66 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കൊറ്റംകുളങ്ങരയിലെ വർക്കിനെ കുറിച്ച് പറയാൻ അങ്ങനെ 2 മാസം കഴിഞ്ഞ് നമുക്ക് വലിയൊരു അപ്ഡേറ്റ് പറയാനില്ല. എന്നാലും ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെയും മഴയാണ് വില്ലൻ. പല സ്ഥലത്തും വെള്ളം കെട്ടി കിടക്കുന്ന കാണാം. ഇപ്പോൾ ഇടത് സൈഡിലൊക്കെ കാര്യമായിട്ട് തന്നെ വെള്ളം കെട്ടി കിടപ്പുണ്ട്. എന്നാലും വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കാര്യമായിട്ട് വർക്ക് നടക്കുന്നതുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല രീതിയിൽ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇടത് സൈഡിലാണ്. നമ്മളിപ്പോൾ ചവറ പാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചവറ പാലം. ചവറ പാലത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ്, അതായത് ചവറ പാലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അങ്ങനെ വലിയൊരു വ്യത്യാസം ഇവിടെ ഒന്നും എനിക്ക് കാണാനില്ല. പഴയ പോലെയൊക്കെ തന്നെ, 2 മാസം കണ്ടതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ പറയാനുള്ളത്. എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നമ്മൾ അപ്പോൾ ഇവിടെയൊക്കെ 2 മാസത്തിന് ശേഷം നമുക്കെന്താ പറയുക, ഒരു വർക്ക് നടന്നതായിട്ട് തന്നെ പറയാം. സോറി, പക്ഷേ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ 2 മാസത്തിന് ശേഷം നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്ക് നടന്നതായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ പറയാമെങ്കിൽ ഇവിടെ നമ്മൾ 2 മാസം മുമ്പ് കണ്ടതെന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും വലിയൊരു മാറ്റം എനിക്ക് പറയാനില്ല. എന്നാൽ ഈ ഭാഗത്ത് നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു മഴ ആയതുകൊണ്ടായിരിക്കാം വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യാത്തത്. പക്ഷേ എന്തായാലും നമ്മൾ മുന്നേ കണ്ടതെന്നും ചെറിയ വ്യത്യാസം ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇടതുവശത്ത് കാണുന്നത് നീണ്ടകര പഞ്ചായത്ത് ഓഫീസാണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊന്നുമില്ല. ഇത് ഏത് സ്ഥലമാണെന്ന് എനിക്ക് വായിക്കാൻ ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ നീണ്ടകര പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ 2 മാസം മുമ്പ് കണ്ട സ്ഥലമല്ല, അതിനേക്കാളും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അതായത് 2 മാസം മുമ്പ് കണ്ട പോലെയല്ല, വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു ഞായറാഴ്ചയായിട്ട് പോലും ഇവിടെ നല്ല രീതിയിൽ
ഇപ്പോഴും മണ്ണ് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഇവിടെ ബോർഡൊന്നുമില്ല. എന്തായാലും നീണ്ടകര പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞു വരുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ അങ്ങനെ ഒരു പറയത്തക്കൊരു മാറ്റമൊന്നും എനിക്ക് കാണുന്നില്ല. പിന്നെ എനിക്ക് ഇവിടെ ഒരു പറയത്തക്കൊരു മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതായത് മുന്നേ കണ്ട പോലെയൊക്കെ തന്നെയാണ്. ഈ ഒരു സ്ഥലവും അങ്ങനെ തന്നെയാണ്. 2 മാസം മുമ്പ് ഉണ്ടായിരുന്ന പോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഏകദേശം. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇടത് ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്, മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. 2 മാസത്തിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലത് സൈഡിൽ ഇപ്പോൾ തന്നെ മണ്ണ് ഫില്ല് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു ഭാഗമൊക്കെ, അതായത് ആലപ്പുഴ, കൊല്ലം, ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ ഉയരം കുറഞ്ഞ സ്ഥലമാണ്, നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവിടെ ഹൈവേയുടെ വർക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെയും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. മണ്ണ് ഫില്ലിങ്ങൊക്കെ ഈ ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 2 സൈഡിലും എന്താ പറയുക, അണ്ടർ പാസേജിൻ്റെ ഒരു വർക്ക് 2 സൈഡിലും കഴിഞ്ഞു. സെൻറ്റർ ഭാഗത്ത് ഇപ്പോൾ പഴയ ഹൈവേ ആണുള്ളത്. നമ്മളിപ്പോൾ നീണ്ടകര പാലം എത്തിയിട്ടുണ്ട്. നീണ്ടകര പാലം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിന്നും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ കമ്പി കെട്ടി വിട്ടിക്കുന്നത് മാത്രമേ നമുക്ക് കാണാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, പില്ലറിൻ്റെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും. 2 സൈഡിലും വലിയ 2 പാലങ്ങളാണ് വരുന്നത്. നിലവിൽ പഴയ പാലം ഇതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ പഴയ പാലത്തിൻ്റെ പാരലലായിട്ടാണ് 2 സൈഡിലും പുതിയ 2 പാലങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ ഇനി മാറുമ്പോൾ, പുതിയ പാലമൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഏതൊരു ലെവലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ളൊരു ലുക്കായിരിക്കും ഈ ഒരു സ്ഥലമൊക്കെ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഈ 2 സൈഡിലും, ഇപ്പോൾ ഇവിടെ നോക്കിയിരുന്നാലും ഇവിടെ പാലത്തിൻ്റെ പില്ലർ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. കമ്പിയൊക്കെ ഒട്ടിക്കുന്നത്, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ നിന്നും ആ സമയത്തൊന്നും ഇവിടെ പാലത്തിൻ്റെ വർക്ക് അങ്ങനെ തുടങ്ങിയതായിട്ട് കാണാനില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും നേരത്തെ കണ്ടതിനും കുറച്ച് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. മണ്ണ് ഫില്ലിങ്ങൊക്കെ കാണാം. അപ്പോൾ ഇവിടെയും ഇങ്ങനെ തന്നെയാണ്, നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്ന നമുക്ക് കാണാം. നമ്മളിപ്പോൾ നീണ്ടകര പാലം കഴിഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 മാസത്തിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടന്നതായിട്ട് കാണാം. നല്ല മാറ്റമുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാവനാട് എത്തിയിട്ടുണ്ട്. കാവനാട് നിന്നാണ് കൊല്ലം ബൈപ്പാസ് തുടങ്ങുന്നത്.
ഫ്രണ്ട്സ്, ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ കാവനാട് മുതൽ കൊല്ലം ബൈപ്പാസിലെ പാൽക്കുളങ്ങര വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ NH66 കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.